ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് പോക്കറ്റ് ഷവർമൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസായിട്ടാണ് എടുത്തത്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിലാട്ടോ കട്ട് ചെയ്തെടുത്തത് ചിക്കന്. ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനിതാ ചിക്കൻ അവിടെ മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പൊടി ഒന്ന് കുഴച്ച് വെക്കാനുണ്ട്. ഞാനിപ്പോൾ 1.5 കപ്പ് മൈദപ്പൊടി എടുത്തിന്. ഇതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് പൊടിയിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഡ്രൈഡ് ഈസ്റ്റ് ആണെങ്കിൽ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇളം ചൂടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പാലെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പാലും വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ടാട്ടോ ചൂടാക്കിയത്. ഇളം ചൂട് മതി. അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. പാലിൻ്റെ അളവ് അങ്ങനെ കറക്റ്റ് ഞാൻ പറയുന്നില്ല. എനിക്ക് ഏകദേശം 1/2 കപ്പ് അങ്ങനെ മതിയായിന്. അപ്പോൾ നിങ്ങൾ നോക്കി അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഞാനിതാ നല്ല സോഫ്റ്റ് ഡുവായിട്ട് കുഴച്ചിട്ടെടുത്തിന്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആദ്യം ഇത് വെക്കുന്ന ബൗളിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു ഡോന് മേലെയും കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഒരു 1.5 മണിക്കൂർ അങ്ങനെ വെക്കുന്നുണ്ട്. നല്ലോണം എയർ ടൈറ്റ് ആയിട്ട് അടച്ചിട്ട് അങ്ങനെ വെക്കാം. ഈ ഒരു സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി വെക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിന്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചിക്കന് ഫ്രൈ ആയി വന്ന ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ക്യാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ക്യാബേജിനേക്കാളും കുറച്ച് കുറവായിട്ട് ക്യാപ്സിക്കം അങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതങ്ങനെ കുറേ സമയത്ത് വാട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ഇതിപ്പോൾ ഞാൻ 1.5 മണിക്കൂറിന് ശേഷമായിട്ട് എടുക്കുന്നത്. നമ്മൾ വെച്ചതിനേക്കാളും ആ ഒരു ഡോ ഡബിൾ സൈസായി വന്നിന്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഡോ ഞാൻ 2 ബോൾസ് ആക്കി മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല വലുപ്പമുള്ള 2 ബോൾസ് ആക്കിയിട്ട്. ഇതാ 2 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് കുറച്ച്
തിക്നെസ്സോട് കൂടി തന്നെ പരത്തിയെടുക്കാം. അങ്ങനെ വല്ലാണ്ട് തിന്നായിട്ട് പരത്തണ്ട. അപ്പോൾ ഞാനിതാ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാട്ടോ ഞാൻ പരത്തിയെടുത്തത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു മൂടി വെച്ചിട്ടാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ച് ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കുറച്ചങ്ങനെ പരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പരത്തിയെടുത്തതെല്ലാം ഈ ഒരു രീതിയിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത് കുറച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് അത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരാൻ തുടങ്ങും. ആ ഒരു സമയത്ത് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുപ്പമുള്ള ഒരു മൂടി വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ട് വലുപ്പത്തിൽ അങ്ങനെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ രണ്ട് സൈഡും ആക്കി എടുത്തിട്ട് ഇതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാനിതാ ഒരു പാത്രത്തിൽ മയോണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചൊന്ന് കെച്ചപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. 3 ടേബിൾ സ്പൂണോളം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫില്ലിങ്ങിലേക്കും ആവശ്യമുണ്ട്, അതുപോലെ ആ ഒരു ഷവർമയുടെ ബ്രെഡിലേക്കും നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിന്. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫില്ലിങ്ങിലേക്ക് ഞാനിപ്പോൾ മയോണൈസിൻ്റെ ആ ഒരു കെച്ചപ്പിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നോക്കിയിട്ട് അങ്ങനെ ചേർത്താൽ മതി. ഫില്ലിങ് വല്ലാണ്ട് അങ്ങ് ലൂസായി പോകണ്ട. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതാ നമ്മൾ റെഡിയാക്കിയെടുത്ത ഷവർമൻ്റെ ആ ഒരു ബ്രെഡ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഫുൾ അങ്ങ് കട്ട് ചെയ്ത് മാറ്റണ്ട. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മയോണൈസിൻ്റെ കെച്ചപ്പിൻ്റെ ആ ഒരു മിക്സ് തേച്ച് കൊടുക്കാം. പിന്നെതാ ഞാനിപ്പോൾ ഇതിന് മേലെ കേബേജിൻ്റെ ചെറിയൊരു പീസ് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലെറ്റൂസ് ലീഫ് ഉണ്ടെങ്കിൽ ചെറിയൊരു പീസ് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ കാബേജിൻ്റെ പീസ് അങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ അതിന് മേലെയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത് ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പം നമ്മളെ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.